മർക്കോസിന്റെ സുവിശേഷം 15:11. എന്നാൽ ബറാബാസിനെയാണ് വിട്ടു തരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു. പീലാത്തോസ് അവനോട് ചോദിച്ചു, യഹൂദരുടെ രാജാവ് നിങ്ങൾ വിളിക്കുന്നവൻ എന്ത്? ഈ ബറാബാസ്, തിമേയൂസ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തിമേയൂസിന്റെ പുത്രൻ അല്ലെ, സൺ ഓഫ് തിമേയൂസ്. ബർ യോന, യോനായുടെ പുത്രനായ ശിമയോനെ. ബർ യോന, ബർ തിമേയൂസ്. അങ്ങനെയാണെങ്കിൽ ബർ ആബാസ് എന്താ അർത്ഥം? പിതാവിന്റെ പുത്രൻ. ബറാബാസ് എന്ന വാക്കിന്റെ അർത്ഥം പിതാവിന്റെ പുത്രൻ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ബറാബാസിന്റെ ശരിക്കുള്ള പേരെന്തായിരുന്നറിയാം? യേശു ബറാബാസ് എന്നായിരുന്നു. ബറാബാസിന്റെ ശരിക്കുള്ള പേര് ജീസസ് ബറാബാസ് എന്നായിരുന്നു. പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുപോവാ, ഇത് വളരെ തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണ്. ഇനി നിങ്ങളുടെ മനസ്സിന്റെ ക്യാൻവാസിൽ ഈ ചിത്രം വരയ്ക്കുക. ഒരു വശത്ത് യേശു ദൈവത്തിന്റെ പുത്രൻ, യേശു ദൈവപുത്രനായ യേശു ഒരു വശത്ത്, മറുവശത്ത് ദൈവപുത്രനായ ബറാബാസ്. ഒരു ചോയ്സ് മുമ്പിൽ വെക്കുകയാണ്, തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ആരെ വേണം, യേശുവിനെയോ ബറാബാസിനെയോ? രണ്ടുപേരും പിതാവിന്റെ പുത്രന്മാരാണ്. യേശു ബറാബാസ്, യേശു ക്രിസ്തു. ജനക്കൂട്ടത്തെ പുരോഹിത പ്രമുഖന്മാർ നിർബന്ധിച്ചു, ഞങ്ങൾക്ക് ആരെ മതി? ബറാബാസിനെ മതി. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പുണ്ട്. ഒന്നുകിൽ യേശു അല്ലെങ്കിൽ ബറാബാസ്, ഒന്നുകിൽ യേശു അല്ലെങ്കിൽ പിശാച്. ഈ ചോയ്സ് ആണ് നമ്മുടെ ജീവിതം. ഇപ്പൊ നമ്മളെ കുറിച്ച് ഒരാൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് ബറാബാസ് ആണെങ്കിൽ അവനെ കൊല്ലും, യേശു ആണെങ്കിൽ മിണ്ടാതെ അത് സഹിക്കും. യേശുവിനെ വേണോ ബറാബാസിനെ വേണോ? ഒരാൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും അപവാദം പറയുമ്പോൾ ഈ ചോയ്സ് ഉണ്ട്. എന്താ? യേശുവിനെ വേണോ ബറാബാസിനെ വേണോ? നമ്മളോട് എന്തെങ്കിലും ഒരു ത്യാഗം ഏറ്റെടുത്ത് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. യേശു ആണെങ്കിൽ അത് സന്തോഷത്തോടെ സ്നേഹത്തോടെ ചെയ്യും. ബറാബാസ് ആണെങ്കിൽ എനിക്ക് പറ്റില്ല, നീ നിന്റെ പണിയൊക്കെ പോകാൻ പറയും. അപ്പൊ ആ മോമെന്റിൽ ദൈവം നമ്മളോട് ചോദിക്കും, നിനക്ക് ആരെ വേണം? യേശുവിനെ വേണോ ബറാബാസിനെ വേണോ? ദ ഹോൾ ക്രിസ്ത്യൻ ലൈഫ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ചോയ്സ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് ബറാബാസ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പാണ് ക്രിസ്തീയ ജീവിതം. അപ്പൊ ജീവിതത്തിൽ 24 മണിക്കൂറിൽ മഹാഭൂരിപക്ഷം സമയവും ഞാനും നിങ്ങൾ ഒരുപക്ഷെ ബറാബാസിനെ വേണമെന്ന് പറയുകയും യേശുവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നവരാകാൻ ഇടയുണ്ട്. അതാണ് ഈ ഭാഗം തരുന്ന ഒരു സൂചന. രണ്ടാമത്തേത്, ബറാബാസിനെ വെറുതെ വിടുന്നു, യേശു കുരിശിലേറ്റപ്പെടുന്നു. അങ്ങനെ ചിന്തിച്ചാൽ യേശുവിന്റെ മരണശിക്ഷ മൂലം വെറുതെ വിടപ്പെടുന്ന ഹ്യൂമാനിറ്റിയുടെ പ്രതീകമാണ് ഈ ബറാബാസ്. യേശുവിന്റെ കുരിശുമരണത്തിലൂടെ സ്വതന്ത്രമാക്കപ്പെട്ട മാനവകുലത്തിന്റെ പ്രതിനിധിയാണ് ബറാബാസ്. ബറാബാസ് വെറുതെ വിടപ്പെട്ടു. ബറാബാസിനെ സ്വതന്ത്രനാക്കി വിട്ടയച്ചു. ബറാബാസിനെ ശിക്ഷ വിധിക്കാതെ വിട്ടയച്ചു. എന്തുകൊണ്ട്? ബറാബാസിന് പകരം യേശു കുരിശിലേറ്റപ്പെട്ടു. ഇനി യേശുവിന്റെ വലതുവശത്തും ഇടതുവശത്തും കിടന്ന കള്ളന്മാരുടെ ചിത്രം നോക്കിയാൽ അവരാരായിരുന്നു? അവരെ കുറിച്ച് പറയുന്നത് ബറാബാസിന്റെ കൂടെ കലാപത്തിന് ഇറങ്ങി തിരിച്ച കുറ്റവാളികളായിരുന്നു ഇവര്. അപ്പൊ അന്ന് AD 29 ആ ദുഃഖവെള്ളിയാഴ്ച കുരിശിലേറ്റപ്പെട്ട 3 പേരിൽ 2 പേർ ബറാബാസിന്റെ കൂടെ കലാപത്തിന് ഇറങ്ങിത്തിരിച്ച കുറ്റവാളികളാണെങ്കിൽ അന്ന് നട്ടുച്ചയ്ക്ക് നടുക്കത്തെ കുരിശിൽ കിടക്കേണ്ടത് ആരായിരുന്നു? ബറാബാസ് ആയിരുന്നു. ആ കലാപത്തിന് ആഹ്വാനം ചെയ്ത, ആ കലാപത്തിൽ ആളുകളെ കൊന്ന 3 പേരാണ് ഈ കുരിശ കിടക്കുന്നത്. അപ്പൊ നടുക്ക് ബറാബാസും 2 വശത്തും കുറ്റവാളികളുമാണ് യഥാർത്ഥത്തിൽ കിടക്കേണ്ടിയിരുന്നത്. പക്ഷേ ബറാബാസിന് പകരം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു കിടക്കുകയാണ്. ബറാബാസ് സ്വതന്ത്രനാക്കപ്പെട്ടു. അപ്പൊ ഈ ബറാബാസ് നമ്മൾ ഓരോരുത്തരുടെയും റെപ്രസെന്റേറ്റീവാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലൂടെ സ്വതന്ത്രമാക്കപ്പെട്ട മാനവരാശിയുടെ പ്രതീകമാണ് ബറാബാസ്.